എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ അടിമുടി മാറണം, വേഷവിധാനങ്ങൾ മാറണം, സംസ്കാരങ്ങൾ മാറണം. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, അള്ളാഹു നമ്മോട് ആജ്ഞാപിച്ചിരിക്കുന്ന കൽപ്പനകളെ ഒന്ന് മുഖവിലക്കെടുക്കണം. ഖുർആൻ ഓതുന്നു എങ്കിൽ ആ സംസ്കാരം നമുക്ക് കടന്നു വരും. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു സന്മനസ് കാണിച്ചത് ഓതാൻ തുടങ്ങിയാൽ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി തരും, നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാക്കി തരും, നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും, സാമ്പത്തിക ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും, വീട്ടിൽ കൃപയും റഹ്മത്തും ഉണ്ടാകും. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ നിന്ന് വഴക്കാണ്, ബാപ്പയും മക്കളും തമ്മിൽ എപ്പോഴാണ് എൻ്റെ മകന്റെ കരങ്ങളാൽ ഞാൻ കൊല്ലപ്പെടുക എന്ന് ചിന്തിക്കുകയാണ് വാപ്പ. ഈ സാഹചര്യത്തിൽ ആ വാപ്പ മക്കൾ തമ്മിലുള്ള കൃപ നഷ്ടപ്പെടുന്നതിന് പരിഹാരം പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. അത് നമ്മളെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇശാ മഗ്രിബുകൾക്കിടയിൽ തബാറക് ഓതിയിരുന്ന വീടുകളുണ്ടായിരുന്നു. യാസീനും മുസമ്മിലും ഇദാ വഖഅത്തിൻ ദുഖാനും അർറഹ്മാനും ഓതിയിരുന്ന വീടുകളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അത് ഓതും, അത് ഓതിപ്പിക്കും. അത് ഓതിയില്ലെങ്കിൽ ചോറില്ല, അപ്പൊ ആ ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഓതും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ അതൊക്കെ പോയി. ആ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സമയപ്പള അത് മുസ്ലിമിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് മറുപടി വരും സീരിയലുകാരോട് ചോദിച്ചാൽ അവർ പറയും ഷമരുവിൻ്റെ ഇടയാണ്. ആ സമയത്താണുള്ള സീരിയലൊക്കെ. നിങ്ങൾ ഏഷ്യാനെറ്റിനോട് വെച്ച് നോക്ക്, കൈരളിനോട് വെച്ച് നോക്ക്, സൂര്യക്കാരോട് വെച്ച് നോക്ക്. ഏറ്റവും മുന്തിയ ടൈം എപ്പോഴാണ്? മുസൽമാന്റെ ഏറ്റവും മുന്തിയ ടൈം അതാണ് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ഈ സീരിയലും ഇതൊക്കെ വന്നത്. റിയാലിറ്റി ഷോകൾ ഒരു 9, 10, 11 മണി വരെ ഒരു മുസ്ലിമിന് എല്ലാ പ്രധാനപ്പെട്ട ടൈമും അത് കവർന്നെടുത്തില്ലേ? അവിടുന്ന് മാറി ഇതൊക്കെ പൂട്ടിവെക്കി. അതൊക്കെ പൂട്ടിവെച്ചിട്ട് മക്കളൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ വീടുകളിൽ നിന്ന് ഈമാനിന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ ഒരു കാലഘട്ടത്തിലുള്ള സംസ്കാരം എന്തായിരുന്നു? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. അതാരാ രചിച്ചത്? ഒരു കുഞ്ഞി മുസ്ലിയാരാണ് രചിച്ചത്. എവിടെയാണ് അദ്ദേഹത്തിന്റെ ഖബറെന്നറിയുമോ? നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ തൊട്ടടുത്ത്, നമ്മുടെ തൊട്ടടുത്ത്, വടക്കേമണ്ണ കഴിഞ്ഞ് വെസ്റ്റ് കോടൂര് കഴിഞ്ഞ് വരിക്കോട്ട് പള്ളിയാലിയിൽ, കുമ്പളങ്ങാക്കോടൂര് എന്ന് പറഞ്ഞ വരിക്കോട് പള്ളിയുടെ ജുമാ മസ്ജിദിന്റെ സമീപത്താണ് ഈ പദ്യം ഉണ്ടാക്കിയ, ബദരിയത്തുൽ മങ്കൂസിയ ഉണ്ടാക്കിയ അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബില്ലാബിദി സ്വല്ലാ അലാ മുഹമ്മദിൻ വൽ ആലി വസലാമുല്ലാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബന. ദണ്ണം വബാവോ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബന. കുണ്ടൂർ ഉസ്താദുണ്ട്, അതിനോട് കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി പദ്യം ഉണ്ടാക്കിയിട്ട് അറിയില്ലേ? കുണ്ടൂർ ഉസ്താദ് ഉണ്ടാക്കിയ പദ്യമുണ്ട്. ഒരുപാട് നല്ല നല്ല അർത്ഥവത്തായ വാക്കുകൾ അതിലേക്ക് കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുണ്ട്. ഷുഗറും പ്രമേഹം പ്രഷറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും എന്ന് പറഞ്ഞിട്ട് കുറേ രോഗങ്ങളും പ്രസവത്തിന് കിട്ടി നിൽക്കുന്ന പെണ്ണുങ്ങളെ പറ്റിയൊക്കെ അതാരാ ഈ പദ്യം ഉണ്ടാക്കിയതാരാ? കുഞ്ഞി മുസ്ലിയാർ. എവിടെ കുഞ്ഞി മുസ്ലിയാരെ ഖബർ? വരിക്കോട് ജുമാ മസ്ജിദിന്റെ സമീപത്തുള്ള ഈ തൊട്ടടുത്ത്. ഒന്ന് സിയാറത്തിന് പോകണം അവിടെയൊക്കെ. ആ ഇതൊക്കെ നിങ്ങൾ ചരിത്രത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, വരും തലമുറക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം.